സാറേ, പത്മ മേഡത്തിന് ദേഷ്യം വരുമ്പോ ഞാൻ സാറിന്റെ മുഖത്തോട്ട് നോക്കും. അപ്പം സാറിന്റെ മുഖത്തിൽ നിന്നറിയാം സാർ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന്. എടാ, ഞാൻ അവസാനിപ്പിച്ചു. അമ്മ കാത്തു നിൽക്കുക. എന്തോന്നാച്ചാ, എന്തിനെങ്ങനെ പേടിക്കുന്നത്? എടാ, ഇതിന്റെ പേര് പേടിയെന്നല്ലടാ, അഡ്ജസ്റ്റ്മെന്റ്. ഓ, ഒരു കുടുംബം നിലനിൽക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റ്. അത് മനസ്സിലാക്കണമെങ്കിലേ മകനായ പോരാ, അച്ഛനാവണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും കാര്യങ്ങൾ മനസ്സിലായ? എന്ത് കാര്യങ്ങള്? യതി സാറ് പറഞ്ഞു കേട്ടില്ലേ? അത് മനസ്സിലാവണമെങ്കിൽ മകനായ പോരാ, അച്ഛനാവണോന്ന്. ഓ, നിങ്ങൾക്ക് രണ്ടുപേർക്കും പെട്ടെന്നൊരു കുഞ്ഞ് ജനിക്കണമെന്ന ആ പറഞ്ഞതിന്റെ അർത്ഥം. ഓഹോ, അതിനെ അങ്ങനെ ഒരു അർത്ഥം ഉണ്ടോ? ആ, ഉണ്ട് ഉണ്ട് സാറേ. സാറേ, എല്ലാ വെല്ലുവിളികളും സ്വീകരിക്കുന്ന ഒരാളല്ലേ സാർ? ഈ ഒരു വെല്ലുവിളിയും കൂടെ സ്വീകരിച്ചൂടെ സാറേ? എത്രയും പെട്ടെന്ന് സാർ ഒരു അച്ഛനും നന്ദിനിമോളൊരു അമ്മയും ആവട്ടെ. ഓക്കെ നന്ദിനി, അപ്പൊ പിന്നെ ഞാൻ പെട്ടെന്ന് ഓഫീസിലെത്തട്ടെ. പറഞ്ഞു മനസ്സിലായല്ലേ സാറേ? ആ, അപ്പൊ ഓക്കെ സാറേ, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചിരിക്കണേ. ആ, അച്ഛനാവുന്ന കാര്യമല്ലേ? അതെ അതെ. ആ, നമുക്ക് നോക്കാം. ആ, സന്തോഷം. അല്ലേ നന്ദിനി? ഓക്കെ സാർ. സാറേ, പറഞ്ഞ കാര്യം. ആ, ആ. രാജേട്ടാ, അതവിടെ തന്നെ ഇരിക്കട്ടെ, ഞാൻ എടുത്തോളാം. കിച്ചിന് ഭാര്യ തിന്നുകൊണ്ടിരിക്കുന്നു, കഷ്ടം. മോള് കഴിക്കേ. കുറച്ച് കറി എടുക്കട്ടെ? വേണ്ട വേണ്ട, മോള് കഴിക്കും. ഞാൻ ഈ പാത്രം കൊണ്ട് വെച്ചിട്ട് വരാം. താൻ ബ്രേക്ക്ഫാസ്റ്റിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകണ്ടായിരുന്നു.
നിങ്ങളത് വിട്ടില്ലേ? എനിക്ക് കഴിക്കാൻ തോന്നിയില്ല, ഞാൻ കഴിച്ചില്ല. അല്ലാതെ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല.